ആ ടെററിസ്റ്റ് ഞാൻ പിസ്റ്റൾ എൻ്റെ ഒരു സെക്കൻഡറി വെപ്പൺ പിസ്റ്റൾ എടുത്ത് അദ്ദേഹത്തിന് ചെസ്റ്റിനും മുഖത്തുമാണ് ഫയർ ചെയ്തത്. പക്ഷെ ആ ഫയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അരയിലുള്ള ബെൽറ്റ്, നമ്മളിൽ നോർമൽ ബെൽറ്റ് ഇട്ടുന്ന ഗ്രനേഡിന്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഗ്രനേഡ് പിടിച്ച് മേലേക്ക് എറിഞ്ഞു. അതും അവിടെ ഒരു മാക്സ് ആണ്. അത് താഴെ വന്ന് ബ്ലാസ്റ്റ് ആയാലും 360 ഡിഗ്രി ആംഗിളിൽ അതിന്റെ ചെറിയ ചെറിയ ചില്ലുകൾ തെറിക്കും. അപ്പോൾ എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റ് ആയി ഞാൻ സ്പോട്ടിൽ മരിക്കുന്നപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ ഹെഡ് ചെയ്തു. പക്ഷെ എൻ്റെ തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റ് ആയി. തട്ടി അങ്ങനെ അകന്നിട്ട് അകറ്റാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഒരു 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റ് ആയപ്പോൾ അതിന്റെ ചെറിയ ഒരു സ്പ്ലിൻഡേഴ്സ് എൻ്റെ ഹെൽമെറ്റ് തകർത്തുകൊണ്ട് ഹെൽമെറ്റിന്റെ ഉള്ളിലൂടെ ചെറിയ 3 സ്പ്ലിൻഡേഴ്സ് എൻ്റെ തലയോട്ടിലേക്ക്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ക്യാപ്റ്റൻ AK സിംഗ് സാർ അത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻഡർ പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത് കണ്ണിൽ സ്പ്ലിൻഡർ പോയപ്പോൾ അയ്യോ എൻ്റെ കണ്ണ് പോയപ്പോൾ എന്ന് പറഞ്ഞ് ഓടുകയല്ല ചെയ്തത് അദ്ദേഹം. അതാണ് ഒരു കമാൻഡോ. ഹരിയാനക്കാരനായിരുന്നു ക്യാപ്റ്റൻ മനേഷ്, കേരളക്കാരൻ. അദ്ദേഹം കണ്ണ് പൊത്തിപ്പിടിച്ച് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ചോര വന്നു. അവസാനം കേട്ട വാക്കാത്, മനേഷിനെ പെട്ടെന്ന് എടുക്കും, മനേഷ് നിലത്ത് വീണിട്ടാവും. ഹരിയാനക്കാരനായ ക്യാപ്റ്റൻ AK സിംഗ്, കേരളക്കാരനായ മനേഷിനെ എടുക്കുമെന്ന് പറയണമെങ്കിൽ നമ്മുടെ സൈനികർക്ക് ജാതിയോ മതമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റ അമ്മ പെറ്റ മക്കളെ പോലെയാണ്. അവിടെയാണ് ഒരു കമാൻഡോസിൻ്റെ ഒരു ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ എൻ്റെ കമാൻഡോസിൻ്റെ പ്രിയപ്പെട്ട സബോർഡിനേറ്റ് എടുത്തുകൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ്, കുറേ കാര്യങ്ങൾ ഞാൻ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുറേ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ്. സംസാരിക്കാൻ പറ്റും ആൾക്കാരെ കാണും, ചില ആൾക്കാരെ കാണും, എന്നാലും ഒരു പൂർണ്ണമായ ഒരു ബോധാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ സിറ്റുവേഷനിൽ. എനിക്ക് തോന്നുന്നത് 1-2 വർഷം, ഒരു 1.5 വർഷത്തോളം എനിക്കൊന്നും ഓർമ്മ, അങ്ങനെ പറഞ്ഞതോ കാര്യങ്ങൾ ചെയ്തതോ ഒന്നും ഓർമ്മയില്ല. എൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ടായി. അപ്പോൾ ഈ അതിനൊക്കെ തരണം ചെയ്ത് ഈ സിറ്റുവേഷനിൽ